ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വിൻഡോസ് മെഷീനിൽ എങ്ങനെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യമാണ്. സോ അതിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് വെർച്വൽ ബോക്സ് എന്നും അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്കിപ്പോൾ പല ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹാക്കിംഗ് പർപ്പസിനാണെങ്കിൽ നിങ്ങൾക്ക് ലിനക്സ് യൂസ് ചെയ്യേണ്ടി വരും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെർവർ റൺ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറ്റ് എ ടൈം റൺ ചെയ്യേണ്ടി വരും. സോ അതിനായിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിവൈസസ് മേടിക്കാം എന്നുള്ള കാര്യം പോസിബിൾ അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. സോ അത് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഹോസ്റ്റ് മെഷീൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെർച്വൽ ബോക്സ്. ഇതുപോലെ തന്നെ വെർച്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് ഉണ്ട്, VMware എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അതിലെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യമെല്ലാം ഞാൻ കവർ ചെയ്ത് തരാം. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെർച്വൽ ബോക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഉള്ള കാര്യമാണ്. ഓക്കെ, സോ ലൈക്ക് ഈ ഒരു വെർച്വൽ ബോക്സിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ കാൾ ലിനക്സ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. സോ ജസ്റ്റ് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വെർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് എന്ത് ബാധിച്ചാലും ലൈക്ക് എന്തെങ്കിലും ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹോസ്റ്റ് മെഷീനെ അത് ബാധിക്കത്തില്ല. രണ്ട് മെഷീനായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ ഒരുപാട് യൂസ്ഫുൾ നമുക്ക് ഈ ഒരു വെർച്വൽ ബോക്സ് യൂസ് ചെയ്യുന്നതോട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഒരു വെർച്വൽ ബോക്സ് നമ്മുടെ ഈ ഒരു വിൻഡോസ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. സോ അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് virtualbox.org എന്ന് പറഞ്ഞ അവരുടെ ഈ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ പോകാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആഫ്റ്റർ ദാറ്റ് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ കാണാൻ പറ്റും, പാക്കേജസ്. സോ വിൻഡോസ് ഹോസ്റ്റ്, മാക്ക്, അതുപോലെ തന്നെ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണാൻ പറ്റും. സോ നമ്മുടെ കേസിൽ ഇവിടെ വിൻഡോസ് ആണ്. സോ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുന്നു. സോ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള exe ഫയൽ. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഫയലിനെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് പോരും. ജസ്റ്റ് എസ് കൊടുക്കുക. സോ എസ് കൊടുക്കുമ്പോൾ ഇവിടെ പ്രിപ്പയറിങ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പേജ് വരും. ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ അവരൊരു എഗ്രിമെൻറ്റ് ചോദിക്കും. സോ ഇവിടെ ജസ്റ്റ് വന്നിട്ട് ഐ അക്സെപ്റ്റ് ടേംസ് ലൈസൻസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കുക. ഇത് വായിച്ചു നോക്കുക എന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. സോ ജസ്റ്റ് ഇവിടെ ഐ അക്സെപ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ലൈക്ക് കസ്റ്റം സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് വരും. ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ തന്നെ വിട്ടേക്കുക. ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാർണിംഗ് ഇൻസ്റ്റാൾ നെറ്റ്വർക്ക് ഫ്യൂച്ചർ വിൽ റീസെറ്റ് യുവർ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ടെമ്പററി ഡിസ്കണക്ട് യുവർ ഫ്രം ദി നെറ്റ്വർക്ക്. സോ ജസ്റ്റ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് എസ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ മിസ്സിംഗ് ഡിപ്പെൻഡൻസി. സോ നിങ്ങളെ ഡിപ്പെൻഡൻസി കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണെങ്കിൽ അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യും. സോ ജസ്റ്റ് ഇങ്ങനെ ഒരു പോപ്പ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എസ് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. സോ നിങ്ങൾക്ക് ക്രിയേറ്റ് സ്റ്റാർട്ട് മെനു, ഷോർട്ട് കട്ട് ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യണോ, ലൈക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിരിക്കും. സോ ജസ്റ്റ് ഇതും ലൈക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഇവിടെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവും. സോ ഇതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക അവർ. ഓക്കെ, സോ ഇതും കുറച്ച് ടൈം എടുക്കും. ലൈക്ക് ഇത് കംപ്ലീറ്റ് ആവുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷനെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഒറാക്കിൾ വെർച്വൽ ബോക്സ് ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ. സോ ഇത് ക്ലിക്ക് ചെയ്തില്ലെങ്കിലും ക്ലിക്ക് ചെയ്താലും പ്രോബ്ലം ഇല്ല. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. സോ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ എനിവേ ഞാൻ ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുക്കുന്നു. ജസ്റ്റ് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. സോ ഫിനിഷ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമ്മുടെ ആ ഒരു വെർച്വൽ ബോക്സ് ഇവിടെ ഓപ്പണായി വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വെർച്വൽ ബോക്സ്. സോ നമ്മുടെ വെർച്വൽ ബോക്സ് സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ
ഡയറക്റ്റ് ഇവിടെ ഓപ്പൺ ആയി വരും. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെങ്കിൽ ഇവിടെ ആഡ് അല്ലെങ്കിൽ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വിൻഡോസ് മെഷീൻ്റെ അകത്ത് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യം അറിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യം. ബട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പേർക്കൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വേറൊരു മെത്തേഡിൽ എങ്ങനെയാണ് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള കാര്യം കവർ ചെയ്തൊരു വീഡിയോ ഇടാം. സോ ആ ഒരു വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലൈക്ക് ഇനിയും കുറേ കാര്യങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൻ്റെ കണ്ടിന്യൂവേഷൻ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ VMware എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസും ക്രിയേറ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.